എൻ്റെ പേര് സൂസമ്മ ജോസഫ്, പാലാരൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് അനുഭവം കിട്ടിയ 2 സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. കൃപാസനത്തിൽ വരാൻ ഭാഗ്യം തന്ന അമ്മയൊക്കെ 1000 നന്ദി. എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ വീടിന് വഴിയില്ലായിരുന്നു. എത്ര വർഷമായെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് എന്നിട്ട് 40 വർഷം അന്ന് തുടങ്ങിയ ഇടവഴിത്തൊണ്ടായിരുന്നു. അവസാനം ഞാനിവിടെ കൃപാസനത്തെ പറ്റി കേട്ടു. എനിക്ക് വരാൻ വലിയ ആഗ്രഹം തോന്നി. വന്നു. മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് 2019 നവംബറിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ തുടർന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ ഇടവഴിത്തൊണ്ടൊരു പുറമ്പോക്ക് ഭൂമിയായിട്ട് ഗവൺമെൻറ് കാണുകയും 12 അടി വീതിയിൽ എൻ്റെ വീട്ടിലേക്ക് വഴി കിട്ടുകയും ചെയ്തു. അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. എനിക്ക് കിട്ടേണ്ട വഴിയിൽ മാതാവിൻ്റെ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ആദ്യം കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. മക്കൾ ചോദിച്ചു, അമ്മയ്ക്ക് വിശ്വാസമില്ലേ? അമ്മ പ്രാർത്ഥിക്കുക. ജോസപ്പച്ചൻ പറയുന്നില്ലേ പുറകോട്ട് പോകരുത്, നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണമെന്ന്. അതുപോലെ ഞാൻ വീണ്ടും വീണ്ടും ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇച്ചിരി കൂടെ ഞാൻ മുന്നോട്ടാക്കി. രോഗി സന്ദർശനം, ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കണ്ടു. അവർക്ക് പൈസയൊക്കെ കൊടുത്തു സഹായിച്ചു, മരുന്ന് മേടിക്കാനൊക്കെ. അടുത്തുള്ള രോഗികളെ ഞാൻ അങ്ങനെ സഹായിച്ചു. അതുപോലെ പാവങ്ങൾക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാൻ ഞാൻ തയ്യാറായി. അതുപോലെ തന്നെ പിന്നെ പാവങ്ങൾക്ക് എൻ്റെ മോൻ പറഞ്ഞു, അമ്മേ ഇറങ്ങി പ്രവർത്തിച്ചാലേ അമ്മയ്ക്ക് ഫലം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അവൻ്റെ ആ ഇതുകൊണ്ട് എനിക്ക് പ്രചോദനമായി. അവൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ യാചകർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ എല്ലാം ചെയ്തതിൻ്റെ ഫലമായി അമ്മ എനിക്കിന്ന് എൻ്റെ വീടിന് 12 അടി വീതിയിൽ വധി തന്ന അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് ഞാൻ ഈ 3 മാസം മുമ്പ് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ മകൻ ദുബായി ജോലി ചെയ്യുമായിരുന്നു. അവൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന ഞങ്ങൾക്കൊരു സൂചന കിട്ടിയെന്ന് പറഞ്ഞാൽ അവനവിടെ ഒരു സൗകര്യക്കുറവായിരുന്നു, അവൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൻ വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ അവന് സത്യവും നീതിയും വേണമെന്ന് അവന് ആഗ്രഹമുള്ളതുകൊണ്ട് അവനത് കളഞ്ഞ് വേറെ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. എനിക്ക് ഭയമായിരുന്നു. ലോണും കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട്. ജോലി കളഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും ജോലി പോകുന്നതിന് മുമ്പായി ഇവിടെ വന്ന് സെപ്റ്റംബറിൽ ഇവിടെ വന്നു അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛന് അവൻ്റെ തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു. നീ പോയി കൃപ നഷ്ടപ്പെടാതെ പ്രാർത്ഥിച്ചു, നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ അച്ഛൻ പ്രാർത്ഥിക്കാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ യോസേപ്പ് പിതാവിനെ കണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. അത് വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനാണ് യോസേപ്പ് പിതാവിൻ്റെ സംരക്ഷണം അവനുണ്ടെന്ന് അച്ഛനോട് എന്നെ അറിയിച്ചതാണ്. അതുപോലെ തന്നെ അവൻ എന്നോടൊപ്പം ചേർന്ന് ദുബായിലാണെങ്കിലും ലൈറ്റ് കാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും കുർബാന കാണുകയും ബൈബിള് വായിക്കുകയും അച്ഛൻ്റെ ആരാധന എല്ലാ ചൊവ്വാഴ്ചയും അവിടെ ഇരുന്ന് കൂടി സാക്ഷ്യങ്ങളെല്ലാം കണ്ടു പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിന് കൂടുതൽ ജപമാല ചെല്ലാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ നല്ലൊരു കമ്പനിയിൽ അവന് ജോലി കിട്ടിയതിൻ്റെ നന്ദിയായിട്ട് ഞാൻ പുതുക്കാൻ വരുമ്പോഴത്തേക്ക് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നന്ദി പറയണം, അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം തരണമെന്ന് പറഞ്ഞു. അമ്മ എന്നെ അമ്മയുടെ സാക്ഷിയാക്കിയതിന് 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക്